ഹായ്, നമസ്കാരം. ഞാൻ കിഷോർത്തനാണ്. ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിലുള്ള പൊട്ടൻപടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സത്യത്തിൽ നിങ്ങൾ ഗൂഗിളിലൊന്നും സെർച്ച് ചെയ്താൽ അങ്ങനെ പെട്ടെന്നൊന്നും കിട്ടത്തില്ല. അധികം ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു പ്രത്യേക സ്ഥലമാണ്. നല്ല മനോഹരമായ വിഷ്വൽസാണ് ഇവിടെ. അപ്പോൾ ഒരു ഓഫ് റോഡ് വരാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് ഈ റൂട്ട് വഴി വരാം. അപ്പോൾ നമ്മൾ പൊട്ടൻപടിയിലേക്ക് പോവുകയാണ്. ഞങ്ങൾ ഏകദേശം പൊട്ടൻപടി ആ ഒരു ഹില്ലിൽ എത്തിയിട്ടുണ്ട്. ഇനി വീണ്ടും മുകളിലോട്ട് നമുക്ക് പോകണം. ഒരുപാട് നല്ല കയറ്റമൊക്കെ കയറിയാണ് എത്തിയത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ബാക്കി വിഷ്വൽസ് നമ്മൾ നേരെ പോകുന്ന വിഷ്വൽസൊക്കെ കാണാം. നമ്മുടെ വണ്ടി ആയിട്ട് നമുക്ക് നേരെ പോകാം. കയറുന്നില്ല. ഞങ്ങളിത് കണ്ടോ, അടിച്ചുകൂടെ മനോഹരമായ വഴിയാണ്. എൻ്റെ വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെയുള്ള വഴി കൂടെ ഒരു സഞ്ചാരം. മീൻസ് എന്താ പറയണ്ടേ, ഈ പുല്ലിൻ്റെ ഇടയിലൊക്കെ പാമ്പൊക്കെ കാണും, എന്നാൽ ഇത്ര വിഷ്വൽസ് എന്ത് മനോഹരമാണ്. അടിപൊളി കേട്ടോ. ഞങ്ങൾ ആ മലയുടെ മുകളിൽ ചുമ്മാ ഒന്ന് ടെൻ്റ് അടിച്ചിട്ടുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കണം. ഓക്കെ, മാറ്റോട്ടു. ഞങ്ങളെന്തായാലും കൊണ്ട് ഇറക്കിയാണ്. ഇത്രയും കേട്ടൊക്കെ കയറണം. സ്ഥലത്തെ കുറിച്ച് ആരോ പറഞ്ഞു വഴിയൊക്കെ ഉണ്ടല്ലോ. ഇതിലേ പോണേ. ആന വല്ലതും വരുമോ? ഓ, ഇതിലേക്കൂടെ ആന ഇല്ല. ആന കാണും? ഇല്ല, ഇല്ലല്ലേ. ആദ്യമേ പറഞ്ഞാൽ പിന്നെ പോടാ. ആന ഉണ്ടോന്ന് ചോദിച്ചാൽ എന്താ പറയുക? പാമ്പ് തന്നെ കാണും അല്ലേടാ. പാമ്പ് കാണും, അട്ട കാണും. ഇതുവഴി എപ്പോഴും ആൾക്കാർ നടക്കുന്നു. വഴി ഇല്ലില്ലല്ലോ, ഒരു വഴിയേ ഉള്ളൂ. ഒരാൾ വന്ന എടാ ഇത് ഭയങ്കര കേട്ടോ. നമ്മളിത് എങ്ങോട്ടാണ് പോകുന്നത്? ഇത് തോപ്പറ്റിയിരിക്കുന്നു. വലിയ റിസ്ക്കാണ് കേട്ടോ. സത്യത്തിൽ ഭയങ്കര റിസ്ക്കാണ്. നമ്മൾ വിചാരിക്കുന്ന നല്ല തനിച്ചാരും വരരുത് ഇവിടെ കേട്ടോ. അതെ, ഞാനിത് റെക്കമെൻഡും ചെയ്യുന്നില്ല. ഈ സ്ഥലത്താണ് നിങ്ങൾ വരണമെന്ന്. അല്ലേ, 3 പേരെങ്കിലും ഇറക്കി കാണിക്കുക. അല്ല, മേളിൽ ചെന്നിട്ട് നോക്കി. സത്യത്തിൽ ഞാൻ ഭയത്തോടാണ് നടക്കുന്നത്. നിങ്ങൾക്ക് ഭയമില്ലേ? തീർച്ചയായും ഭയമുണ്ടല്ലോ. എല്ലാവർക്കും ഭയമുണ്ട്. അയ്യോ പൊളി, നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ കേട്ടോ. ഈ സമയം മണി 8 മണി നേരത്തുള്ള വിഷ്വൽസ് നോക്കിയേ. സൂപ്പറല്ലേ? എങ്ങനെയുണ്ട്? സത്യത്തിൽ വളരെ റിസ്കി ആയിട്ടാണ് ഞങ്ങളിവിടെ വന്നേ. ഇങ്ങനൊരു ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു സ്ഥലം, പക്ഷെ അടിപൊളി സ്ഥലം കേട്ടോ. സൂപ്പർ സ്ഥലം, അടിപൊളി. ഈ കയറ്റവും ഈ ഓഫ് റോഡ് ബൈക്കിങ് എല്ലാം കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോഴത്തേക്കും നല്ല സൂപ്പറാണ്. താഴെ പൊക്കെ കേട്ടോ, താഴെ ഒരുപാട് പോകണ്ട. താഴെ തെന്നി നമ്മുടെ താഴെ സൈറൻ മുടങ്ങുന്ന സൗണ്ട് ആട്ടോ.
വാവ്, നൈസ് നൈസല്ലേ? ഇതുണ്ട്. സത്യമായിട്ട് ഞങ്ങൾ വളരെ വളരെ റിസ്ക് എടുത്താണ് ഇവിടെ വന്നത്. ഞാൻ ഒരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യത്തില്ല. തീർച്ചയായിട്ടും നിങ്ങൾ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരൊക്കെ വരാവുള്ളൂ. അല്ലെങ്കിൽ ഈ സ്ഥലത്തെക്കുറിച്ച് ഞങ്ങൾ കുറച്ച് റിസ്ക്കി ആയിട്ടാണ് ഇവിടെ വന്നത്. കാരണം ഒന്നാമത്തെ കാര്യം ആനയുടെ ശല്യമുണ്ട്. ഈ പുൽമേടുകളിൽ ആനയുടെ ശല്യമുണ്ട്. താഴെ ഒന്ന് കാല് തന്നെ നമ്മുടെ താഴെ പോകും. കാരണം ഒരു വരുമ്പോൾ ഒന്നുമില്ല. ഇതാരും ഗവൺമെൻറ്റിന് തന്നെ അറിയുന്നത് അത് എക്സ്പ്ലോർ ചെയ്യത്തില്ലാത്തൊരു സ്ഥലമാണ്. ആർക്കും അറിയില്ല ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്നുള്ളത്. മൊട്ടക്കുന്നുകളൊന്നുമല്ല, നല്ല പുൽമേടുകളാണ്, പുല്ലാണ് ഫുള്ള്. ആ കാണുന്നതൊക്കെ ഏത് മലനിരകളാണെന്നൊന്നും എനിക്കറിയത്തില്ല പറയാം. പക്ഷേ അവിടെ ആ ഒരു ഭാഗത്ത് കണ്ടില്ല, സമയം മണി ഏകദേശം ഒരു 8 മണിയായി. 8 മണി നേരത്ത് അവിടുത്തെ മഞ്ഞ് കണ്ടില്ലേ, എന്നാ സൂപ്പറാണെന്നറിയാം. ഒരു രക്ഷയില്ലാത്ത വിഷ്വൽസാണ്. അടിപൊളി അടിപൊളി. എന്തായാലും സാറ്റിസ്ഫൈഡ്. ദേഹത്തൊക്കെ ഇനി അട്ട ഇട്ടോന്നൊക്കെ നോക്കണം ഒന്നും കൂടെ. അടിപൊളി അല്ലേ, സൂപ്പർ. ഓക്കെ, ഞങ്ങൾ ടെൻ്റൊക്കെ ഇവിടെ ഒന്ന് ചുമ്മാ സെറ്റ് ചെയ്ത് ഇനി ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ടെൻറ്റ് സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ഉണ്ട്, നിങ്ങൾ തീർച്ചയായിട്ടും കാണേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ ടെൻറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ കാപ്പിയൊക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിക്കാനുള്ള പ്ലാനാണ്. കാപ്പിയൊക്കെ കുടിക്കട്ടെ. ഇന്ന് കാപ്പി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, നല്ല തേയിലവെള്ളം. കാപ്പി മീൻസ് തേയിലവെള്ളം. നമ്മുടെ തേയിലവെള്ളം കൊണ്ടുവന്നു. ഞങ്ങൾ ഇവിടെ നിന്നത് ചെറുതായിട്ട് കുടിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഒരു അബദ്ധം പറ്റിപ്പോയി. ഇവിടെ വല്ലയിടത്തും കടകൾ കാണുമെന്ന് വിചാരിച്ചു കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കടകളൊക്കെ ഉള്ളിടത്തു നിന്നൊക്കെ വരാവുള്ളൂ കേട്ടോ. വെള്ളമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരാം, എന്തെങ്കിലും കഴിക്കാൻ സ്നാക്സ്. പക്ഷേ ഞങ്ങളത് കൊണ്ടുവന്നില്ല, അതൊരു അബദ്ധം പറ്റി. പക്ഷേ തേയില വെള്ളം ഞങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ രാവിലെ ഇട്ടുകൊണ്ട് വന്നായിരുന്നു. അതുകൊണ്ട് ഫ്ലാസ്കിനകത്ത് വെച്ച് കൊണ്ടുവന്ന് കൊള്ളാം. അപ്പോൾ അത് സെറ്റാണ്. തേയിലവെള്ളം സത്യമായിട്ടും തേയിലവെള്ളം തന്നെയാണ്, ഫ്ലാസ്കാണ്. നിങ്ങൾ വിചാരിക്കില്ല. അല്ല, ഒരിക്കലും നിങ്ങൾ അങ്ങനെ ചെയ്യരുത് കേട്ടോ. ഒരിക്കലും നിങ്ങൾ ഇങ്ങനെയുള്ള ഹിൽ സ്റ്റേഷനിലും ഇങ്ങനെയുള്ള റിസ്ക്കി ആയിട്ടുള്ള ഏരിയാസൊക്കെ വരുവാണെങ്കിൽ അവിടെ നിന്ന് ഒരിക്കലും നിങ്ങൾ മദ്യപാനം അങ്ങനെയുള്ളതൊക്കെ ഒന്നും ചെയ്യരുത്. ഈ സ്ഥലങ്ങളൊക്കെ വൃത്തിയായിട്ട് തന്നെ സൂക്ഷിക്കണം. ഇവിടെയൊക്കെ ഒരുപാട് പ്ലാസ്റ്റിക്കൊക്കെ ഞാൻ താഴ്വാരത്ത് കണ്ട്. ഇവിടെയെങ്കിലും ഇല്ല, ഇവിടെയെങ്കിലും ആരും അധികം എക്സ്പ്ലോർ ചെയ്യാത്തതുകൊണ്ട് കണ്ടില്ല. എക്സ്പ്ലോർ ചെയ്യുന്നിടത്തെല്ലാം ഉള്ള പ്രശ്നമാണ് മലിനീകരണം, എല്ലാ മലിനീകരണവും. അപ്പോൾ അത് മാക്സിമം പ്രകൃതിയെ നമ്മൾ സംരക്ഷിക്കുക. ഇതൊക്കെ ഇതേപോലെ തന്നെ നിലനിർത്തി പോയാലല്ലേ ഇതുപോലൊക്കെ ഈ സൗന്ദര്യമൊക്കെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓക്കെ, ചേഴ്സ് അല്ല, ഓക്കെ, എല്ലാവരും കാപ്പി പിടിച്ചോ. ഊതി ഊതി കുടിക്കുന്നതാണ് ഇഷ്ടം. സത്യം പറയാം, ഗുപ്തന്. അതെ, ഗുപ്തന്. പുറകിൽ കൂടെ ആന വന്നാൽ അറിയത്തില്ല കേട്ടോ. വരുവാണെ ഒന്ന് പറഞ്ഞേക്കണേ, പുറകിൽ ആന വരുന്നുണ്ടെങ്കിൽ. ഓടാൻ പറ്റത്തില്ല, താഴെ അന്യായമൊക്കെയാ. ഇവിടുന്ന് കാല് തന്നെ തന്നെ താഴെ പോവും. പറഞ്ഞു ഞാനെങ്ങനെ കണ്ട് കയ്യിൽ സാധനം ഇരിക്കുക. ഞാൻ വീണാലും ക്യാമറ വീഴത്തില്ല. അല്ലേ? ഇതാണ്. ഹലോ, ഇവിടെയൊക്കെ റേഞ്ച് കിട്ടിയോ? റേഞ്ച് കിട്ടി. കോള് വന്നായിരുന്നാ? ഞാൻ ചക്കര നേരത്തെ വിളിക്കാൻ പറ്റി. എനിക്ക് എങ്ങനെയാ നിങ്ങൾ എല്ലാ ടവറിൻ്റെ ഒക്കെ റേഞ്ച് കിട്ടി. ചെറുതായിട്ട് റേഞ്ചുണ്ട്, റേഞ്ചൊക്കെ ഉണ്ട് കേട്ടോ. അത് പനയാ, പനയാ. ഈ പന പോലെ തിന്നാനാണ് ആന വരുന്നത്, മനസ്സിലായില്ലേ? ഈ പന പോലെ തിന്നാൻ, ഈ പന പോലെയാണ് ഇവിടെ എല്ലാം ഉള്ളത്. ഇത് തിന്നാനാണ് ആന വരുന്നത്. ഈ സൈഡ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് ആന ശല്യം ഉണ്ട്. ആന ഉറപ്പായിട്ടും വരും അല്ലേ? കാരണം പനയോല ഉണ്ട്, ചെറിയ ചെറിയ പനയോല ഉണ്ട്. ആ പനയോല തിന്നാൻ വേണ്ടിയാണ് ആന വരുന്നത്. ഇവിടെ ഒരു ഒറ്റയാന ഇറങ്ങിയിട്ടുള്ളതെന്ന് പറഞ്ഞു. കൂട്ടമായിട്ട് ഇതുവരെ അധികം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഒറ്റയാനുണ്ടെന്ന് പറഞ്ഞു. ഒറ്റയാനെയാണ് പേടിക്കേണ്ടത്. കാരണം എവിടെ നിൽക്കുന്നതെന്ന് കണ്ടാൽ മനസ്സിലാകത്തില്ല. ഈ പുല്ല്, ആൾപ്പൊക്കത്തിൽ പുല്ലുണ്ട്.
അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ വീഡിയോ എങ്ങനെയുണ്ട്? നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറയുന്നത് ഈ പറഞ്ഞ ഗ്രീൻബർഗ് റിസോർട്ട്, ഈ ലാൻഡ്മാർക്ക് ഞാൻ പറയുന്നു. ഈ റിസോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഈ കാണുന്ന റോഡിൽ കൂടെ നേരെ പോയാൽ മതി. ഞങ്ങൾക്ക് രാവിലെ വന്നപ്പോൾ വഴി തെറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വഴി തെറ്റരുത്. ഇതിലെ കൂടെ നേരെ കയറിപ്പോയാൽ ലെഫ്റ്റിലോട്ട് പോയാൽ ഈ റിസോർട്ടിൽ പോകാം. നേരെ മുകളിലോട്ട് കയറിപ്പോയാൽ ഇപ്പോൾ നിങ്ങൾ കണ്ട വിഷ്വൽസ് എല്ലാം അങ്ങനെയാണ്. നേരെ മുകളിൽ ആ കുന്നിന് മുകളിൽ കയറി ചെന്നാലും നിങ്ങൾക്ക് ഈ പറഞ്ഞ എന്തോരം സ്ഥലം തെരഞ്ഞോട്ട് പൊട്ടൻപടി എന്തുവാണെങ്കിലും സ്ഥലമൊക്കെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഗൂഗിൾ നോക്കി ഇങ്ങനെ എവിടെയോ ഇങ്ങനെ കണ്ട്, ഗൂഗിളിലൊന്നും ഇല്ല, അപ്പോൾ കിട്ടിയത് ആ സ്ഥലം തന്നെ. ഞാൻ തന്നെ മറന്നു കേട്ടോ. അപ്പോൾ ആ സ്ഥലമാണ്. വിഷ്വൽസ് അടിപൊളിയാണ്. അധികം ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്ത സ്ഥലമാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇവിടം വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകളൊക്കെ എടുത്തിട്ട് വരണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ തനിച്ചൊന്നും വരരുത്, അങ്ങനെ വരണം. അതുകൊണ്ട് നമ്മുടെ വീഡിയോ ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലിയിൽ അംഗമാകാൻ ശ്രദ്ധിക്കുക. നമുക്ക് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇങ്ങനെ പുത്തൻ പുതിയ വിശേഷങ്ങളൊക്കെ ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. കിഷോർ ചിത്രൻ, വിഷ്ണു, അലനാവി, സൈനിങ് ഔട്ട്. ബൈ.